ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഈ ഒരു ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അക്കൗണ്ടിംഗ് ഫോർ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ആണ്. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡിബഞ്ചറിന്റെ ഇഷ്യൂവും അതുപോലെ തന്നെ അതിന്റെ സ്പെഷ്യൽ കേസസ് ആണ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡിബഞ്ചർ റിഡീം ചെയ്യുമ്പോൾ, ക്യാൻസലേഷൻ ചെയ്യുമ്പോൾ, ഡിബഞ്ചർ റീപേയ്മെന്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും അതുപോലെ തന്നെ ഡിബഞ്ചർ റിഡംഷന്റെ സമയത്ത് നമുക്ക് വരാൻ വേണ്ടി പോകുന്ന പ്രൊവിഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. So without further delay, let's move to the topic. So sources of redemption of debentures. ഇതാണ് നമ്മൾ ഫസ്റ്റ് ടോപ്പിക് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈറ്റിൽ. നമ്മുടെ നോർമലി നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ബൈബാക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സോഴ്സസ് ഉണ്ട്. പിന്നെ രണ്ടാമത്തെ എന്താ, പ്രിഫറൻസ് ഷെയർസിന്റെ റിഡംഷന്റെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന് കുറച്ച് സോഴ്സസ് ഉണ്ട്. ഇപ്പൊ മൂന്നാമത് നമ്മുടെ ഡിബഞ്ചർ റിഡീം ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സോഴ്സുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് മൂന്ന് സോഴ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിബഞ്ചറിന് റിഡീം ചെയ്യാം. ഒന്നാമത്തെ സോഴ്സ് എന്ന് പറയുന്നത് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ആണ്. ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്യാൻ വേണ്ടി നമുക്ക് ഒന്നെങ്കിൽ പുതിയ ഡിബഞ്ചേഴ്സ് ഫ്രഷ് ഇഷ്യൂ ചെയ്യാം, അതുപോലെ തന്നെ ഷെയർസ് നമുക്ക് ഫ്രഷ് ഇഷ്യൂ ചെയ്യാം. രണ്ടാമത് ഔട്ട് ഓഫ് പ്രോഫിറ്റ്, നമ്മുടെ പ്രോഫിറ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, റിഡീം ചെയ്യാൻ വേണ്ടി പറ്റും. മൂന്നാമത് ഔട്ട് ഓഫ് ക്യാപിറ്റൽ. ഇത് രണ്ടും അല്ലാതെ നമ്മൾ ക്യാപിറ്റൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം, ഡിബഞ്ചറിനെ റിഡീം ചെയ്യാം. സോ വാട്ട് ഡു യു മീൻ ബൈ, നമുക്ക് അറിയാം ഫ്രഷ് ഇഷ്യൂ അറിയാം, അതുപോലെ തന്നെ പ്രോഫിറ്റ്സ് അറിയാം. പക്ഷെ ക്യാപിറ്റൽ എന്ന് വെച്ചാൽ എന്താണ്, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഈ ക്യാപിറ്റൽ ത്രൂ നമുക്ക് റിഡീം ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ ഈ മൂന്ന് കമ്പാരിസൺ, ബൈബാക്ക് ഓഫ് ഷെയർസ് നമ്മൾ ചെയ്യുന്ന സമയത്തുണ്ടായിരുന്ന കണ്ടീഷൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യുന്ന സമയത്തുണ്ടായിരുന്ന കണ്ടീഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ഡിബഞ്ചർ റിഡീം ചെയ്യുന്ന സമയത്തുള്ള കണ്ടീഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ മൂന്നിൽ നിങ്ങൾക്ക് കമ്പാരിസൺ ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഒരു ടേബിൾ വെക്കുകയാണെങ്കിൽ എപ്പോഴും അത് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ സോഴ്സസ്, ബൈ ബാക്കിന്റെ സോഴ്സസ് എന്തൊക്കെയാണ്, പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യാനുള്ള സോഴ്സസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഈ ഡിബഞ്ചർ റിഡീം ചെയ്യാനുള്ള സോഴ്സസ് എന്തൊക്കെയാണ്. ഇങ്ങനെ നമ്മൾ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തുണ്ടാവും, ആ ഒരു കമ്പാരിസണും അതുപോലെ തന്നെ എന്താണ് ഡിഫറൻസ് എന്നുള്ള ഒറ്റയടിക്ക് മനസ്സിലാവും. എനിവേ, നമ്മൾ ഈ റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ചെയ്യുക എന്നുള്ളതും അതുപോലെ തന്നെ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസിലേക്ക് പോവാം. പ്രൊവിഷൻസ് ഓൺ ക്രിയേഷൻ ഓഫ് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട്, DRR അക്കൗണ്ട്. നമ്മൾ ബിഗിനിങ്ങിൽ DRR അക്കൗണ്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്നും അതുപോലെ തന്നെ ഡിബഞ്ചേഴ്സ് നമ്മൾ ഔട്ട് ഓഫ് DRR അക്കൗണ്ടിലായിരിക്കും നമ്മൾ റിഡീം ചെയ്യാമെന്ന് കേട്ടായിരുന്നു. സോ ഒന്നാമത്തെ കണ്ടീഷൻ അല്ലെങ്കിൽ പ്രൊവിഷൻ, ആസ് പെർ സെക്ഷൻ 71 അണ്ടർ സെക്ഷൻ 4 സബ്സെക്ഷൻ, നമ്മൾ 71 സബ്സെക്ഷൻ 4 ഓഫ് കമ്പനീസ് ആക്ട് 2013 എന്ത് പറയുന്നത്, വേർ ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് ബൈ എ കമ്പനി അണ്ടർ ദിസ് സെക്ഷൻ ദ കമ്പനി ഷാൾ ക്രിയേറ്റ് എ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. സോ സെക്ഷൻ 71 നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്പനി നിർബന്ധമായിട്ടും DRR അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കണം. എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, ഔട്ട് ഓഫ് ദ പ്രോഫിറ്റ്സ് ഓഫ് ദ കമ്പനി അവൈലബിൾ ഫോർ പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ്. നമ്മൾ ഡിവിഡൻഡ് അവൈലബിൾ ഫോർ ഡിവിഡൻഡ് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന ഫ്രീ റിസർവ്സിൽ നിന്നും നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യണം, DRR അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഡൺ. ഒന്നാമത്തെ പോയിന്റ് കഴിഞ്ഞു. രണ്ടാമത്തത്, ആൻഡ് ദ എമൗണ്ട് ക്രെഡിറ്റഡ് ടു സച്ച് അക്കൗണ്ട് ഷാൾ നോട്ട് ബി യൂട്ടിലൈസ്ഡ് ബൈ ദ കമ്പനി എക്സെപ്റ്റ് ഫോർ ദ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. നമ്മൾ ഈ ഒരു പോയിന്റ് ഓൾറെഡി മുകളിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. DRR അക്കൗണ്ടിലുള്ള എമൗണ്ട് നമുക്ക് വേറൊരു ആവശ്യത്തിന് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് നമ്മൾ മുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യുന്ന സമയത്ത് DRR അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടെങ്കിലും നമുക്ക് അത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. കാരണം എന്താ, DRR അക്കൗണ്ട് എക്സ്ക്ലൂസീവ്ലി ഫോർ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, DRR അക്കൗണ്ടിലുള്ള ബാലൻസ് വെച്ചിട്ട് നമുക്ക് വേറൊരു ആവശ്യത്തിന് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അത് സ്പെസിഫിക്കലി ഇവിടെ ഒന്നുകൂടി മെൻഷൻ ചെയ്തു, DRR അക്കൗണ്ട് എന്തിനു വേണ്ടി മാത്രമേ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ, ഡിബഞ്ചർ റിഡീം ചെയ്യാൻ വേണ്ടി മാത്രം. രണ്ടാമത്തെ പോയിന്റ് ഡൺ. ഇനി നെക്സ്റ്റ്, ആസ് പെർ റൂൾ നമ്പർ 18 സബ് റൂൾ 7 ഓഫ് കമ്പനീസ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിബഞ്ചേഴ്സ് അമെൻമെന്റ് റൂൾസ് 2019. ആക്ച്വലി 2014 ആണ് നമ്മളെ റൂള്, പക്ഷെ അമെൻമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 2019. ആ ഒരു റൂൾ പ്രകാരം, റൂൾ നമ്പർ 18 സബ് റൂൾ 7 പ്രകാരം, ദ കമ്പനി ഷാൾ കംപ്ലൈ വിത്ത് ദ റിക്വയർമെന്റ്സ് വിത്ത് റിഗാർഡിംഗ് ഓഫ് DRR അക്കൗണ്ട്. സോ DRR അക്കൗണ്ട് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, എത്ര പെർസെന്റേജ് മെയിൻറ്റെയിൻ ചെയ്യണം, എത്ര എമൗണ്ട് നമ്മൾ പ്രോഫിറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യണം, എപ്പോൾ ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ റൂൾ നമ്പർ 18 പറയുന്നത്. അപ്പൊ ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, നെക്സ്റ്റ്,
the limit with respect to adequacy of DRR and investment or deposits as the case may be shall be as under. So താഴെയുള്ള പ്രകാരമായിരിക്കണം നമ്മൾ DRR അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതും അതിന്റെ ലിമിറ്റും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റും കാര്യങ്ങളൊക്കെ താഴെ നമ്മളോട് പറയുന്നുണ്ട് എന്നാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ 4 പോയിന്റ്സ് ആണ് നമ്മൾ DRR അക്കൗണ്ടുമായിട്ട് ഇപ്പം ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒന്നാമത് DRR അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഏത് സെക്ഷൻ പ്രകാരം? സെക്ഷൻ 71 സബ്സെക്ഷൻ 4 പ്രകാരം. ഓക്കെ, ഡൺ. 2, അക്കൗണ്ടിന്റെ പേരെന്താണ്? ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. ഓക്കെ. മൂന്നാമത്തത് എന്താ? ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഓൺലി ഫോർ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. നാലാമത്തത് ആസ് പെർ റൂൾ നമ്പർ 18 സബ് റൂൾ 7 പ്രകാരമായിരിക്കണം നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യേണ്ടത്? DRR അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇനി നമ്മളോട് താഴെ DRR അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ടേബിൾ ആണ്. ഈ ഒരു ടേബിൾ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. കാരണം നിങ്ങൾ പ്രീവിയസിൽ പഠിച്ച കുട്ടികളാണെങ്കിൽ പ്രീവിയസിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്ന DRRന്റെ ബാലൻസും ഇപ്പോഴത്തെ ബാലൻസും അല്ലെങ്കിൽ അതിന്റെ പെർസെൻറ്റേജും ഡിഫറെന്റ് ആണ്. സോ ഡിഫറെന്റ് ആണെന്ന് മാത്രമല്ല, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മെറ്റീരിയൽ എഡിറ്റ് ചെയ്യാത്ത മെറ്റീരിയൽ ആണെങ്കിൽ നിർബന്ധമായിട്ടും എഡിറ്റ് ചെയ്യുക. വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അമെന്റ്മെന്റ് ആണ്. നിങ്ങൾ കഴിഞ്ഞ വർഷത്തേക്ക് ബുക്സ് ആണ് യൂസ് ചെയ്യുന്നത്, സ്റ്റിൽ നിങ്ങളുടെ 2022 സിലബസ് ആണെങ്കിൽ പോലും നിങ്ങളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ പഴയ റേറ്റ് ആണെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? എഡിറ്റ് ചെയ്യണം. സോ കഴിഞ്ഞ പ്രാവശ്യം ഡയറക്റ്റ് പറയുകയാണെങ്കിൽ 25% ആയിരുന്നു, ഇപ്പം 10% ആണ്. അതാണ് ഡിഫറൻസ്. സോ നിങ്ങൾ എക്സാമിനേഷനിൽ എഴുതുന്ന സമയത്ത് ഒരിക്കലും എന്ത് ചെയ്യരുത്? 25% എന്ന് എഴുതരുത്. മോർ ഓവർ നിങ്ങൾ സപ്ലിമെന്ററി ബുക്സ് നോക്കിയാൽ സപ്ലിമെന്ററിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങൾക്ക് എഡിറ്റ് ചെയ്തിട്ടുള്ള ഇന്ന പോർഷൻസിൽ ഇന്ന ടോപ്പിക്കിൽ എഡിറ്റ് ചെയ്തിട്ടുള്ള ബുക്സ് നിങ്ങൾക്ക് നമ്മുടെ ICMയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ജാനുവരി 2025 റിവൈസ് ചെയ്തിട്ടുള്ള കോർപ്പറേറ്റ് അക്കൗണ്ടിന്റെ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്, അത് റെഫർ ചെയ്താലും മതി. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാ അമെന്റ്മെന്റ്സ് അതിൽ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാവും. സോ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. നിങ്ങൾ എന്ത് ചെയ്യാം? ശ്രദ്ധിക്കാം. എത്ര പെർസെന്റേജ് ആണെന്നും ഏതൊക്കെ കാറ്റഗറീസ് ആണെന്നും നോക്കാം. സോ ബേസിക്കലി നമ്മുടെ ഈ ഒരു ടേബിള് നമുക്ക് 4 കാറ്റഗറീസ് ആയിട്ട് മാറ്റാം. സോ കാറ്റഗറി നമ്പർ 1, സീരിയൽ നമ്പർ 1, സീരിയൽ നമ്പർ 2, 3 and 4. ഓക്കെ അല്ലേ? സോ 4 കാറ്റഗറീസ്. 4 കാറ്റഗറീസിൽ വരുന്നത് ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് പരിചയപ്പെടാം. എന്നിട്ട് എന്ത് ചെയ്യാം? എത്ര DRR അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ സീരിയൽ നമ്പർ 1, ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതിന് ഷോർട്ട് ആയിട്ട് AIFIS, ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ അല്ലേ? അതാണ് ഒരു ടൈപ്പ് ഓഫ് കമ്പനി. റെഗുലേറ്റഡ് ബൈ RBI. സോ RBIയിൽ റെഗുലേറ്റ് ചെയ്തിട്ടുള്ള ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒന്നാമത്തായില്ലേ. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് കമ്പനി ബാങ്കിങ് കമ്പനീസ് ഫോർ, അതായത് ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ റെഗുലേറ്റഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് ബാങ്കിങ് കമ്പനീസ് രണ്ടും. അപ്പോൾ ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അത് റെഗുലേറ്റ് ചെയ്തിട്ടുള്ളത് RBI ആണ്. രണ്ടാമത്തത് ബാങ്കിങ് കമ്പനീസ് ഉണ്ട്. സോ ബാങ്കിങ് കമ്പനീസ് നമ്മൾ എവിടെ പഠിക്കും? ബാങ്കിങ്ങിന്റെ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് എന്താണ് ബാങ്കിങ് കമ്പനീസ് നമ്മൾ അവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. സോ ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ റെഗുലേറ്റഡ് ബൈ RBIയും ആൻഡ് ബാങ്കിങ് കമ്പനീസ് 2 ടൈപ്പ് ഓഫ് കമ്പനി ആയാലോ, ഫോർ ബോത്ത് പബ്ലിക് ആസ് വെൽ ആസ് പ്രൈവറ്റ് പ്ലേസ്ഡ് ഡിബഞ്ചേഴ്സ്. സോ AIFI എന്ന് പറഞ്ഞിട്ടുള്ള ടൈപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, 2 ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഈ 2 കമ്പനീസും ഇഷ്യൂ ചെയ്തിട്ടുള്ള പബ്ലിക് അതുപോലെ തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള ഡിബഞ്ചേഴ്സ്, പബ്ലിക്കലി ഇഷ്യൂ ചെയ്തിട്ടുള്ള ഡിബഞ്ചേഴ്സും പ്രൈവറ്റ്ലി ഇഷ്യൂ ചെയ്തിട്ടുള്ള ഡിബഞ്ചേഴ്സിനും നമ്മൾ DRR അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇല്ല. ഓക്കെ അല്ലേ? സോ AIFI അതുപോലെ തന്നെ ബാങ്കിങ് കമ്പനീസ് ഫോർ ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ്ലി ഇഷ്യൂഡ് ഡിബഞ്ചേഴ്സ് വി ഡോണ്ട് റിക്വയർ ടു ക്രിയേറ്റ് എനി DRR അക്കൗണ്ട്. ഡൺ. ഒന്നാമത്തെ കാറ്റഗറി ഡൺ. രണ്ടാമത്തെ കാറ്റഗറി അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് മോള് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ ബാങ്കിങ് കമ്പനീസോ അല്ലാത്ത അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് കമ്പനി അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വിത്തിൻ ദ മീനിങ് ഓഫ് ക്ലോസ് 72 ഓഫ് സെക്ഷൻ 2 ഓഫ് കമ്പനീസ് ആക്ട് 2013. സോ കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 2 ക്ലോസ് 72 പറയുന്നത് സെക്ഷൻ 2 ക്ലോസ് 72 പറയുന്ന ഒരു ടൈപ്പ് ഓഫ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ആ ഒരു സെക്ഷനിലേക്ക് നമുക്ക് പോയാൽ എന്ത് കിട്ടും? അതിന്റെ മീനിങ് കിട്ടും.
അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് കമ്പനീസ് അവർ പബ്ലിക്കലി ഇഷ്യൂ ചെയ്തതാണെങ്കിലും പ്രൈവറ്റ്ലി ഇഷ്യൂ ചെയ്ത ഡിബഞ്ചേഴ്സ് ആണെങ്കിലും അവർക്കും എന്താവശ്യമില്ല, നോ DRR ഈസ് റിക്വയർഡ്. ഓക്കെ ആണോ? ശരിക്കും ഇവിടെ നോ DRR റിക്വയർഡ് എന്നല്ല എക്സ്പ്ലനേഷനിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ കൊടുത്തിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്താ അറിയോ? ആസ് അപ്ലിക്കബിൾ ടു NBFCs. NBFCസിന് അപ്ലിക്കബിൾ ആയതുപോലെ തന്നെയാണ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലും വരുന്ന DRR. ഓക്കെ അല്ലേ? ഇനി NBFCs എന്ന് പറയുന്നത് എന്താണ്? അവിടെയും സീറോ ക്രിയേഷൻ ഓഫ് DRR ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും എന്തില്ല, DRR അപ്ലിക്കബിൾ അല്ല. ഓക്കെ, രണ്ടാമത്തെ കാര്യം കഴിഞ്ഞു. ഇനി മൂന്നാമത്, മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യും, നല്ല പോവാം. മൂന്നാമത് നമ്മൾ കാറ്റഗറീസ് പോകുന്നത് എങ്ങനെയാണ്? ലിസ്റ്റഡ് കമ്പനീസ്. നാലാമത്തെ കാറ്റഗറി അൺലിസ്റ്റഡ് കമ്പനീസ്. സോ നെക്സ്റ്റ് കാറ്റഗറി ലിസ്റ്റഡ് കമ്പനീസ് വന്നു. ലിസ്റ്റഡ് കമ്പനീസ് എന്ന് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏതൊക്കെ ഒഴിവാക്കും? അതർ ദാൻ AIFI. അതായത് AIFI എന്ന് പറയുന്നത് ഏതാണ്? നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തു. ആൻഡ് ബാങ്കിങ് കമ്പനീസ് സ്പെസിഫൈഡ് ഇൻ സീരിയൽ നമ്പർ 1. അപ്പം AIFIയും അതുപോലെ തന്നെ മുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ബാങ്കിങ് കമ്പനീസും സ്പെസിഫൈഡ് ഇൻ എബോ. ഈ ഒരു കമ്പനീസ് ഒഴികെ ഉള്ള ബാക്കിയുള്ള എല്ലാ ലിസ്റ്റഡ് കമ്പനീസിനും പിന്നെ രണ്ട് കാറ്റഗറീസ് ആക്കി. NBFC, ഓൾ NBFC, അതായത് ലിസ്റ്റഡ് കമ്പനീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലിസ്റ്റഡ് കമ്പനീസിൽ NBFCs ഉണ്ട്. സോ NBFCs, all the listed NBFCs registered with RBI under section 45 IA of the RBI Act and listed HFC. സോ ഇവിടെ രണ്ട് ടൈപ്പ് ഓഫ് കാറ്റഗറീസ് ഓഫ് കമ്പനി ഉള്ളിൽ NBFCയും അതുപോലെ തന്നെ ലിസ്റ്റഡ് HFCസും ഹൗസിംഗ് ഫിനാൻസ് കമ്പനീസ് എന്നാണ് HFCയുടെ ഫുൾ ഫോം. രജിസ്റ്റേർഡ് വിത്ത് നാഷണൽ ഹൗസിംഗ് ബാങ്ക്. അപ്പൊ ആ നാഷണൽ ഹൗസിംഗ് ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള HFCസും ഫോർ ബോത്ത് പബ്ലിക്ലി ആൻഡ് പ്രൈവറ്റ്ലി പ്ലേസ്ഡ് ഡിബഞ്ചേഴ്സിന് എന്ത് അപ്ലിക്കബിൾ അല്ല? DRR അപ്ലിക്കബിൾ അല്ല. സോ ഈ NBFCസിന് എങ്ങനെയാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്? അത് തന്നെയാണ് എവിടെ വരേണ്ടത്? ശരിക്കും ഈ സെക്കൻഡ് വരേണ്ടത് എന്നാണ് പറഞ്ഞത്. സോ NBFCസിന് DRR അപ്ലിക്കബിൾ അല്ല, അതുകൊണ്ട് തന്നെ മുകളിൽ അപ്ലിക്കബിൾ അല്ല എന്നുള്ള രീതിയിൽ വന്നു. ഓക്കെ, ഒന്ന് ശ്വാസം എടുത്തു വെച്ചോ, ഒന്നുകൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഫോർ ലിസ്റ്റഡ് കമ്പനീസ്, നമ്മൾ മുകളിൽ രണ്ട് കാറ്റഗറീസ് പറഞ്ഞു. ഇനി ലിസ്റ്റഡ് കമ്പനീസിലേക്ക് വരാണ്. ലിസ്റ്റഡ് കമ്പനീസിൽ മുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാറ്റഗറീസ് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ലിസ്റ്റഡ് കമ്പനീസ്, ആ ബാക്കിയുള്ള ലിസ്റ്റഡ് കമ്പനീസിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്തു? രണ്ട് കാറ്റഗറീസ് ആക്കി. ഏതൊക്കെ കാറ്റഗറി? കാറ്റഗറി നമ്പർ 1 NBFCs, അതേപോലെ കാറ്റഗറി നമ്പർ 1 ഒരു കമ്പനി കൂടി ആഡ് ചെയ്തുകൊണ്ട് ലിസ്റ്റഡ് HFCs. ഓക്കെ, ഈ രണ്ട് കമ്പനീസും ഇഷ്യൂ ചെയ്ത പബ്ലിക്ലി പ്രൈവറ്റ്ലി ഇഷ്യൂ ചെയ്തിട്ടുള്ള കമ്പനീസിന് എന്തില്ല, ഇങ്ങനൊരു DRR അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട. ഇനി രണ്ടാമത്തെ B, ഓൾ അതർ ലിസ്റ്റഡ് കമ്പനീസ്. ഇപ്പൊ മുകളിൽ പറഞ്ഞിട്ടുണ്ടായ AIFI കൂടാതെ, ബാങ്കിങ് കമ്പനീസ് കൂടാതെ, ലിസ്റ്റഡ് NBFCs കൂടാതെ, ലിസ്റ്റഡ് HFCs കൂടാതെ, ഈ 4 കാറ്റഗറി കൂടാതെ ബാക്കിയുള്ള എല്ലാ ലിസ്റ്റഡ് കമ്പനീസും ഫോർ പബ്ലിക് ആസ് വെൽ ആസ് പ്രൈവറ്റ്ലി, അതിപ്പോ പബ്ലിക് ഇഷ്യൂഡ് ഡിബഞ്ചേഴ്സ് ആവട്ടെ, പ്രൈവറ്റ്ലി ഇഷ്യൂഡ് ഡിബഞ്ചേഴ്സ് ആവട്ടെ, അതിലും എന്താ ആവശ്യമില്ല? DRR അക്കൗണ്ട് ആവശ്യമില്ല. ഓക്കെ, ഡൺ. ഇനി നെക്സ്റ്റ് അൺലിസ്റ്റഡ് കാറ്റഗറി. സോ അൺലിസ്റ്റഡ് കാറ്റഗറീസിൽ വരുന്ന സമയത്ത് വീണ്ടും അൺലിസ്റ്റഡ് കാറ്റഗറീസിൽ അതർ ദാൻ AIFI ആൻഡ് ബാങ്കിങ് കമ്പനീസ് ആസ് സ്പെസിഫൈഡ് ഇൻ സീരിയൽ നമ്പർ 1. മുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന AIFIസും പിന്നെ ബാങ്കിങ് കമ്പനീസും സീരിയൽ നമ്പർ 1 പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സീരിയൽ നമ്പർ 1 പറഞ്ഞിട്ടുണ്ടായിരുന്ന ലിസ്റ്റഡ് കമ്പനി ആവട്ടെ അൺലിസ്റ്റഡ് കമ്പനീസ് ആവട്ടെ, അതിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട? നാലാമത്തെ കാറ്റഗറീസിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ അൺലിസ്റ്റഡ് കമ്പനീസിൽ നമ്മൾ വീണ്ടും രണ്ട് കാറ്റഗറീസ് ആയിട്ട് വെച്ചു. ഒന്ന്, ഓൾ അൺലിസ്റ്റഡ് NBFCs. NBFCs എന്ന് വെച്ചാൽ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ് കമ്പനീസ്. സോ നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനീസ് അവർക്ക് അൺലിസ്റ്റഡ് കമ്പനീസ് ആണെങ്കിൽ അവർക്കും അതുപോലെ തന്നെ നേരത്തെ മുകളിൽ പറഞ്ഞ പോലെ രജിസ്റ്റേർഡ് വിത്ത് RBI അണ്ടർ സെക്ഷൻ 45 IA ഓഫ് ദ RBI ആക്ട് 1997, അതുപോലെ തന്നെ ആൻഡ് അൺലിസ്റ്റഡ് HFCs. മുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിസ്റ്റഡ് കമ്പനീസ് നമ്മൾ രണ്ട് കാറ്റഗറീസ് പറഞ്ഞല്ലോ, അതേ കമ്പനീസും നമ്മൾ എന്ത് അപ്ലിക്കബിൾ അല്ല? ഹൗസിംഗ് ഫിനാൻസ് കമ്പനീസ് രജിസ്റ്റേർഡ് വിത്ത് നാഷണൽ ഹൗസിംഗ് ബാങ്ക്. സോ ചുരുക്കി പറഞ്ഞ HFCയും അതുപോലെ തന്നെ NBFCസും. അതിൽ ഫോർ പ്രൈവറ്റ്ലി പ്ലേസ്ഡ് ഡിബഞ്ചേഴ്സ് ഇവിടെ ഒറ്റൊരു കാറ്റഗറിയേ ഉള്ളൂ. താഴെ ലിസ്റ്റഡ് കമ്പനീസിൽ നമ്മൾ പബ്ലിക്കലിയും പ്രൈവറ്റ്ലിയും ആയിട്ടുണ്ടായിരുന്ന കമ്പനീസിന് DRR അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. പക്ഷെ NBFCസും HFCസും അൺലിസ്റ്റഡ് കമ്പനീസ് ആണെങ്കിൽ അവിടെ പ്രൈവറ്റ്ലി പ്ലേസ് ചെയ്തിട്ടുള്ള ഡിബഞ്ചേഴ്സിന് നമ്മൾക്ക് എന്ത് ആവശ്യമില്ല?
DRR അക്കൗണ്ട് ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ബാക്കി നമ്മൾ നോക്കുകയാണെങ്കിൽ NBFCs, അൺലിസ്റ്റഡ് MBFCs ആവട്ടെ, അൺലിസ്റ്റഡ് HFCs ആവട്ടെ, പബ്ലിക്കലി പ്ലേസ് ചെയ്തതിന് നമ്മൾ എന്ത് കൊടുക്കണം? താഴെ ഫോർ അതർ അൺലിസ്റ്റഡ് കമ്പനീസ്. ഫോർ അതർ അൺലിസ്റ്റഡ് കമ്പനീസ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഏതൊക്കെയാണ്? ഒന്ന്, അൺലിസ്റ്റഡ് NBFCs, അൺലിസ്റ്റഡ് NBFC ആൻഡ് HFC. NBFCയുടെയും HFCയുടെയും അൺലിസ്റ്റഡ് കമ്പനീസിന്റെ പ്രൈവറ്റ്ലി പ്ലേസ് ചെയ്തതിന് നമുക്ക് എന്ത് വേണ്ട? DRR വേണ്ട. അങ്ങനെയാണെങ്കിൽ പബ്ലിക്കലി പ്ലേസ് ചെയ്തതിന് എന്ത് വേണം? DRR അക്കൗണ്ട് വേണം. പിന്നെ AFAയും അതുപോലെ തന്നെ ബാങ്കിങ് കമ്പനീസും കൂടാതെ, അത് ലിസ്റ്റഡ് ആവട്ടെ അൺലിസ്റ്റഡ് ആവട്ടെ, അതും കൂടാതെ ബാക്കിയുള്ള എല്ലാ അൺലിസ്റ്റഡ് കമ്പനീസും, അതർ അൺലിസ്റ്റഡ് കമ്പനീസ് പ്ലേസ്ഡ്, എങ്ങനെയുള്ള പ്ലേസ്ഡാ? പബ്ലിക് ആൻഡ് പ്രൈവറ്റ് പ്ലേസ്ഡ് കമ്പനി. സോ പബ്ലിക്കും പ്രൈവറ്റ് കമ്പനിയും എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് കമ്പനീസ് ആണ്? HFCയും NFC ആണെങ്കിൽ പബ്ലിക്ലി പ്ലേസ്ഡ് ചെയ്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? DRR അപ്ലിക്കബിൾ ആണ്. കാരണം ഇവിടെ നമ്മൾ നോ DRR റിക്വയർ എന്ന് പറഞ്ഞിട്ടുള്ളത് പ്രൈവറ്റിലാണ്. അതേപോലെ തന്നെ ഈ രണ്ട് കമ്പനീസും കൂടാതെ ബാക്കിയുള്ള എല്ലാ അതർ അൺലിസ്റ്റഡ് കമ്പനീസും പബ്ലിക്കലിയും പ്രൈവറ്റിലും ഇഷ്യൂ ചെയ്തതിന് നമ്മൾ എന്ത് കൊടുക്കണം? DRR കൊടുക്കണം. ആൻഡ് DRR ക്രിയേറ്റ് ചെയ്യേണ്ട പെർസെന്റേജ് എത്രയാ? DRR ഷാൾ ബി 10% ഓഫ് ദ വാല്യൂ ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ്. സോ നിലവിൽ നമ്മുടെ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് എത്രയാണോ ആ ബാലൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് 10% ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് കുറച്ച് പേർക്കെങ്കിലും കത്തിയിട്ടില്ല എന്നുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം? വേറൊരു റഫ് അല്ലെങ്കിൽ ബ്ലാങ്ക് പേജിലേക്ക് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ അല്ലേ? ഡൺ. ഓക്കെ, നമ്മൾ സമ്മറി. ഒന്നാമത്തെ ടൈപ്പ് ഓഫ് കമ്പനി AIFIs, ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പിന്നെ രണ്ടാമത്തെ കമ്പനി ബാങ്കിങ് കമ്പനി. മൂന്നാമത്തെ കാറ്റഗറി അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഈ അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ സെക്ഷൻ നമ്പർ 2 ക്ലോസ് 72 പറയുന്ന കമ്പനീസ്. സോ സെക്ഷൻ 2 ക്ലോസ് 72 പറയുന്ന കമ്പനീസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ പബ്ലിക് കമ്പനീസ് ആണ്. സോ കുറച്ച് പബ്ലിക് കമ്പനീസ് ഉണ്ട്. ഈ പബ്ലിക് കമ്പനീസ് എന്ന് പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ കമ്പനീസ് ഉണ്ട്, LIC പോലത്തെ കമ്പനീസ്, ഇത് ഗവൺമെന്റ് കമ്പനീസ് ആണ്. സോ ഈ 3 കാറ്റഗറി എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? ഒന്നാക്കി മാറ്റാം. ഓക്കെ അല്ലേ? സോ AIFIs, അതുപോലെ തന്നെ ബാങ്കിങ് കമ്പനീസ്, അതുപോലെ തന്നെ മൂന്നാമത് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആസ് സ്പെസിഫൈഡ് അണ്ടർ സെക്ഷൻ 2 ക്ലോസ് 72. ഈ 3 കമ്പനീസ് ആണെങ്കിലും പബ്ലിക് ആൻഡ് പ്രൈവറ്റ്ലി പ്ലേസ് ചെയ്തിട്ടുള്ള പബ്ലിക്ലി അതുപോലെ തന്നെ പ്രൈവറ്റ്ലി പ്ലേസ് ചെയ്തിട്ടുള്ള ഡിബഞ്ചേഴ്സിന് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? നോ DRR ഈസ് റിക്വയർഡ്. ഓക്കെ അല്ലേ? ഡൺ. ഇനി നമ്മൾ രണ്ടാമത്തെ കാറ്റഗറി ആയിട്ട് നമ്മൾ മാറ്റുന്ന സമയത്ത് 2 ടൈപ്സ് ആക്കാം. ഒന്ന് ലിസ്റ്റഡ് കമ്പനീസ്. ലിസ്റ്റഡ് കമ്പനീസിന്റെ കേസിൽ വരുന്ന സമയത്ത് ലിസ്റ്റഡ് കമ്പനീസ് എഗെയിൻ നമുക്ക് എന്ത് ചെയ്യാം? 2 ആക്കി മാറ്റാം. ഏതൊക്കെ ടൈപ്പ് ഓഫ് ലിസ്റ്റഡ് കമ്പനീസ് ഉണ്ടാവാം? ഒന്ന് ലിസ്റ്റഡ് NBFCs, 2 NBFCസും ആൻഡ് HFCs. സോ ലിസ്റ്റഡ് കമ്പനീസ് എന്ന് പറയുന്നത് NBFCs കമ്പനീസ് ഉണ്ടാവും, അതുപോലെ തന്നെ HFCs കമ്പനീസ് ഉണ്ടാവും. ഈ ഇതൊരു കാറ്റഗറി. രണ്ടാമത്തെ കാറ്റഗറീസ് എന്ന് വെച്ചാൽ എന്താ? അതർ ലിസ്റ്റഡ് കമ്പനീസ്. സോ നമ്മൾ ലിസ്റ്റഡ് കമ്പനീസിൽ വരുന്ന സമയത്ത് NBFCസും HFCസും ഒരു കാറ്റഗറി, അതർ ലിസ്റ്റഡ് കമ്പനീസ് എന്ന് പറയുന്നത് രണ്ടാമത്തെ കാറ്റഗറി. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ലിസ്റ്റഡ് കമ്പനീസ് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതർ ദാൻ AIFIs ആൻഡ് ബാങ്കിങ് കമ്പനീസ്. സോ മുകളിൽ ഡിസ്കസ് ചെയ്തിരുന്ന ബാങ്കിങ് കമ്പനിയും അതുപോലെ തന്നെ AIFIs ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഈ കാറ്റഗറി ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്യണം. കാരണം അതിന്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. അത് പ്രൈവറ്റ് ആവട്ടെ, പബ്ലിക് ആവട്ടെ, ലിസ്റ്റഡ് ആവട്ടെ, അൺലിസ്റ്റഡ് ആവട്ടെ, ഈ ടൈപ്പ് ഓഫ് കമ്പനി ആണെങ്കിൽ
പബ്ലിക്കിലും പ്രൈവറ്റിലും ഇഷ്യൂ ചെയ്തതിന് നമ്മൾ DRR ഇല്ല. രണ്ടാമത് പറയുന്നത് ലിസ്റ്റഡ് കമ്പനീസ് ആണ്, അതർ ദാൻ മുകളിൽ പറഞ്ഞിട്ടുള്ള കമ്പനീസ്. ആ ലിസ്റ്റഡ് കമ്പനീസ് അഗൈൻ നമ്മൾ രണ്ട് കാറ്റഗറീസ് ആക്കുന്നുണ്ട്. NBFCസും നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസും, അതുപോലെ തന്നെ HFCസും ഹൗസിംഗ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ, അങ്ങനെ രണ്ട് കമ്പനീസ് ആകുന്നത്. അതർ ലിസ്റ്റഡ് കമ്പനീസും അത് കൂടാതെയുള്ള രണ്ടാമത്തെ കാറ്റഗറിയുള്ള അതർ ലിസ്റ്റഡ് കമ്പനീസ്. ഈ രണ്ട് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഈ രണ്ട് കാറ്റഗറീസിലുള്ള ആൾക്കാർ പ്രൈവറ്റ് ആയിട്ടും, അത് നമുക്ക് പബ്ലിക് ആയിട്ടോ, പബ്ലിക് ആയിട്ടും ആൻഡ് പ്രൈവറ്റ് ആയിട്ടും ഇഷ്യൂ ചെയ്തിട്ടുള്ള ഡിബഞ്ചേഴ്സിന്റെ മുകളിൽ എന്താവശ്യമില്ല, DRR അല്ലെങ്കിൽ നോ DRR. ഓക്കെ അല്ലേ? രണ്ടാമത്തെ കാറ്റഗറി ഡൺ. ഇനി ലിസ്റ്റഡ് കമ്പനീസ് വരുന്ന സമയത്ത് നമ്മൾ എന്തുണ്ടാവും? അൺലിസ്റ്റഡ് കമ്പനീസിന്റെ കാറ്റഗറി. എഗെയിൻ അൺലിസ്റ്റഡ് കമ്പനീസിന്റെ കാറ്റഗറീസ് വരുന്ന സമയത്ത് നമ്മൾ മെൻഷൻ ചെയ്യുന്ന ഒരു കാര്യം ഉണ്ട്. എന്താ? അൺലിസ്റ്റഡ് കമ്പനീസ്. അൺലിസ്റ്റഡ് കമ്പനീസിൽ നമ്മൾ എന്ത് ഒഴിവാക്കണം? അതർ ദാൻ AIFIs ആൻഡ് ബാങ്കിങ് കമ്പനീസ്. സോ ബാങ്കിങ് കമ്പനീസും അതുപോലെ തന്നെ AIFIസും അൺലിസ്റ്റഡ് ആയിട്ട് കുറച്ച് കമ്പനീസ് ഉണ്ടാവും. അതാണ് നമ്മൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. കാരണം അതിന്റെ കാറ്റഗറി എന്ത് ചെയ്യണം എന്നുള്ളത് മുകളിൽ പറഞ്ഞു. വെദർ ഇറ്റ് ഈസ് ലിസ്റ്റഡ് ഓർ അൺലിസ്റ്റഡ്, AIFCസും അതുപോലെ തന്നെ ബാങ്കിങ് കമ്പനീസിലും നമ്മൾ എന്ത് ചെയ്യില്ല? DRR അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് പബ്ലിക് കമ്പനീസ് ആണ്. സോ പബ്ലിക് കമ്പനീസ് എന്ന് പറയുന്നത് അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പറഞ്ഞു. ഓക്കെ ഡൺ. ഇനി അൺലിസ്റ്റഡ് കമ്പനീസിൽ രണ്ട് കാറ്റഗറീസ് വരുന്നുണ്ട്. ഒന്നാമത്തെ കാറ്റഗറി എന്താ? മുകളിൽ പറഞ്ഞതുപോലെ അൺലിസ്റ്റഡ് കമ്പനീസിന്റെ ഉള്ളിലുള്ള അൺലിസ്റ്റഡ് NBFCs ആൻഡ് അൺലിസ്റ്റഡ് കമ്പനീസ് ആയിട്ടുള്ള അൺലിസ്റ്റഡ് HFCs. ഈ രണ്ട് കാറ്റഗറി അത് ഒന്നാക്കി. രണ്ടാമത് അതർ അൺലിസ്റ്റഡ് കമ്പനീസ്. ഇനി ഈ NBFCസും അതുപോലെ തന്നെ HFCസിന്റെ കാറ്റഗറീസും ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ പബ്ലിക് എന്ന് പറയുന്നില്ല, എന്ത് പറയുള്ളൂ? പ്രൈവറ്റ്ലി പ്ലേസ് ചെയ്തിട്ടുള്ള നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആവട്ടെ, HFCs ആവട്ടെ, ഈ രണ്ട് കാറ്റഗറി എന്താണ്? അൺലിസ്റ്റഡ് NBFCസും അൺലിസ്റ്റഡ് HFCസും. ഇവിടെ അപ്ലിക്കബിൾ ആയിട്ടുള്ള DRR എന്ന് പറയുന്നതാണ് നോ DRR. അങ്ങനെയാണെങ്കിൽ നമ്മൾ കാറ്റഗറീസ് നോക്കുമ്പോൾ അതർ അൺലിസ്റ്റഡ് കമ്പനീസിനെ എഗെയിൻ എന്താക്കി മാറ്റാം? വേറെ രണ്ട് കാറ്റഗറീസ് ആക്കി മാറ്റാം. ഏതൊക്കെ കാറ്റഗറീസ് എന്നല്ല, അതിന്റെ ഉള്ളിലുള്ളത് ഏതൊക്കെ ആയിരിക്കാം? ഒന്ന് NBFC ആൻഡ് HFC ഉണ്ടാവും. എങ്ങനെയുള്ള NBFCയും HFCസും? പബ്ലിക്കലി ഇഷ്യൂ ചെയ്തിട്ടുള്ള NBFCസിന്റെയും HFCസിന്റെയും അൺലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസ് ഉണ്ടെങ്കിൽ അവിടെ DRR അപ്ലിക്കബിൾ ആണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ കാറ്റഗറി നമ്മൾ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ഇതൊന്നും കൂടാത്ത അതർ അൺലിസ്റ്റഡ് കമ്പനീസ്, അതെങ്ങനെ ഉണ്ടാവും? പബ്ലിക്കും ഉണ്ടാവും ആൻഡ് പ്രൈവറ്റും ഉണ്ടാവും. ഓക്കെ ആണോ? ഈ രണ്ട് ടൈപ്പ് ഓഫ് കമ്പനീസും 10% DRR need to be created. സോ ഇതാണ് നമ്മുടെ സമ്മറി. ഓക്കെ ആണോ മക്കളെ? വെരി ഇമ്പോർട്ടൻറ്റ്. ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? റിപ്പീറ്റ് ചെയ്ത് കാണണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഇനിയും പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. വെൽ എക്സ്പ്ലെയിൻഡ് ആൻഡ് എവറിത്തിങ് ഈസ് ഇൻക്ലൂഡഡ് ഹിയർ. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. നമ്മളോട് പറഞ്ഞു DRR അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട കമ്പനീസ് ഏതൊക്കെയാണ്? ഏത് കമ്പനീസാ? ആ താഴെ പറഞ്ഞിരുന്ന കമ്പനീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. എത്ര പെർസെൻറ്റേജാ? 10% ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് ഓഫ് ഡിബഞ്ചേഴ്സ്. നമ്മുടെ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ട് എത്രയാണോ ഇപ്പൊ നിലവിലുള്ള ഡിബഞ്ചേഴ്സിന്റെ ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ്, അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം?
DRR അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം അല്ലെ? അതെ. ഇനി എവറി കമ്പനീസ് എപ്പോഴാണ് ക്രിയേറ്റ് ചെയ്യണത്? എവറി കമ്പനി വിച്ച് ഈസ് റിക്വയർഡ് ടു ക്രിയേറ്റ് DRR ഷാൾ ഓൺ ഓർ ബിഫോർ April 30th ഓഫ് ഈച്ച് ഇയർ. എല്ലാ വർഷത്തിന്റെയും സ്റ്റാർട്ടിങ്ങിൽ April 13 ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? DRR അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കണം. എന്തിനാണ് നമ്മൾ DRR അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത്? നമ്മുടെ പ്രോഫിറ്റിൽ നിന്നും മാറ്റി വെക്കും. സോ പ്രോഫിറ്റിൽ നിന്നും മാറ്റി വെച്ചാൽ മാത്രം പോരാ, മസ്റ്റ് ഇൻവെസ്റ്റ്, നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം ഓർ ഡെപ്പോസിറ്റ് ചെയ്യണം എ സ്പെസിഫൈഡ് സം ഓഫ് നോട്ട് ലെസ് ദാൻ 15% ഓഫ് ദ എമൗണ്ട് ഓഫ് ഡിബഞ്ചേഴ്സ് മെച്യൂറിംഗ് ഡ്യൂറിംഗ് ദ ഇയർ എൻഡിങ് ഓൺ March 31. സോ നമ്മൾ രണ്ട് സാധനങ്ങൾ വന്നു. ഒന്ന് DRR, അതുപോലെ തന്നെ DRR ഇൻവെസ്റ്റ്മെന്റ്. എന്താണ് DRR, എന്താണ് DRR ഇൻവെസ്റ്റ്മെന്റ് എന്ന് നോക്കാം. സോ DRR ഓൾറെഡി പറഞ്ഞു. എന്താ DRR എന്ന് പറയുന്നത്? ക്രിയേഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആണ്. സോ നമ്മുടെ പ്രോഫിറ്റ് ത്രൂ ആണ് എന്ത് ചെയ്യാം? DRR അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഡിബഞ്ചർ റിഡംപ്ഷൻ റിസർവ് അക്കൗണ്ട്. ഫ്രീ പ്രോഫിറ്റിൽ നമ്മൾ DRR അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. എത്ര നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? 10%. സോ നമ്മൾ ജേർണൽ എൻട്രി, ബേസിക് ജേർണൽ എൻട്രി, നമ്മൾ പ്രോഫിറ്റ് ആണസ് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന വിചാരിക്കാം. ജേർണൽ എൻട്രി എന്തായിരിക്കും? പ്രോഫിറ്റ് ആണസ് അക്കൗണ്ട് ത്രൂ DRR അക്കൗണ്ട്. അങ്ങനെ ഒരു പ്രോഫിറ്റ് അല്ല നമ്മളിങ്ങനെ ജസ്റ്റ് ട്രാൻസ്ഫർ ചെയ്ത് വെക്കുന്നുള്ളൂ. പക്ഷേ നമ്മളോട് പറയാണ് വെറും DRR മാത്രം ക്രിയേറ്റ് ചെയ്താൽ പോരാ, നമ്മൾ എന്തും കൂടി മെയിൻറ്റെയിൻ ചെയ്യണം, ഒരു ഇൻവെസ്റ്റ്മെന്റ് മെയിൻറ്റെയിൻ ചെയ്യണം. സോ ഇൻവെസ്റ്റ്മെന്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എത്രയാണ്? 15% ഓഫ് മെച്യൂറിംഗ് എമൗണ്ട് ആസ് ഓൺ 31st March ഓഫ് ദ ഇയർ. സോ ഓരോ വർഷം അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയറിൽ മെച്യൂർഡ് ആവുന്ന, അതായത് റെഡീം ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന എമൗണ്ടിന്റെ 15% നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിരിക്കണം. അതാണ് ഇവിടെ പറയുന്ന പോയിന്റ്. ഈ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എവിടെയൊക്കെ അല്ലെങ്കിൽ ഏതൊക്കെ മോഡ്സിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം എന്നുള്ളതാണ് താഴെ പറയുന്നത് ഈ 4 കാറ്റഗറി. നിങ്ങൾക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ 10% എന്ന് പറയുന്നത് MCQs ചോദിക്കാൻ പറ്റുന്നതാണ്. അതായത് DRRന്റെ പെർസെൻറ്റേജ് AIFI ആ കമ്പനീസിന് എവിടെയാണ്, എത്ര പെർസെൻറ്റേജ് ആണ് DRR കൊടുക്കേണ്ടതെന്ന് MCQs ചോദിച്ചേക്കാം. മനസ്സിലായോ? അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ്, DRR ഇൻവെസ്റ്റ്മെന്റ് പെർസെൻറ്റേജ് എത്ര എന്ന് ചോദിച്ചേക്കാം. എപ്പോഴാണ് ലാസ്റ്റ് ഡേറ്റ്, DRR ക്രിയേറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണ് എന്ന് ചോദിച്ചേക്കാം. പിന്നെ എവിടേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം എന്ന് നമ്മളോട് ചോദിച്ചേക്കാം. സോ എവിടേക്ക് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റും? 4 കാറ്റഗറീസ് അല്ലേ. ഒന്ന്, ഇൻ ഡെപ്പോസിറ്റ് വിത്ത് ഷെഡ്യൂൾഡ് ബാങ്ക്. നമുക്ക് എന്ത് ചെയ്യാം? അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 15% എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഷെഡ്യൂൾഡ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. ഓക്കെ, ഫ്രീ ഫ്രം ചാർജ് ഓർ ലീൻ. ഈ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകിച്ച് സെക്യൂരിറ്റീസും കാര്യങ്ങളും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതാണ് ഒന്ന്, ഷെഡ്യൂൾഡ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. രണ്ടാമത്തെ കാറ്റഗറി, ഇൻ അൺഎൻകംബേർഡ് സെക്യൂരിറ്റീസ് ഓഫ് സെൻട്രൽ ഗവൺമെന്റ് ഓർ എനി സ്റ്റേറ്റ് ഗവൺമെന്റ്. അൺഎൻകംബേർഡ് ആയിട്ടുള്ള സെക്യൂരിറ്റീസിൽ ഷെയർസിലോ മറ്റോ ഡിബഞ്ചേഴ്സിലോ നമുക്ക് എന്ത് ചെയ്യാം? സെൻട്രൽ ഗവൺമെന്റോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയോ ആയിട്ടുള്ള സെക്യൂരിറ്റീസിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. മൂന്നാമത്തത്, അൺഎൻകംബേർഡ് സെക്യൂരിറ്റീസ് മെൻഷൻഡ് ഇൻ ക്ലോസ് A to D and EE ഓഫ് സെക്ഷൻ 20 ഓഫ് ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് 1882. സോ ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് 1882 പറയുന്ന സെക്ഷൻ 20 പറയുന്ന A to D വരെയുള്ള കാറ്റഗറീസിലുള്ള ഇൻവെസ്റ്റ്മെന്റും അതേപോലെ തന്നെ EE എന്ന് പറഞ്ഞിട്ടുള്ള സബ്സെക്ഷനിലുള്ള ഇൻവെസ്റ്റ്മെന്റിലേക്കും നമുക്ക് എന്ത് ചെയ്യാം? ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. നെക്സ്റ്റ്, ഇൻ അൺഎൻകംബേർഡ് ബോണ്ട്സ് ഇഷ്യൂഡ് ബൈ എനി അതർ കമ്പനീസ്. സെൻട്രൽ ഗവൺമെന്റ് കമ്പനീസ് തന്നെ ആണെന്നില്ല, എനി അതർ കമ്പനീസിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. വിച്ച് ഈസ് നോട്ടിഫൈഡ് അണ്ടർ ക്ലോസ് F ഓഫ് സെക്ഷൻ 20 ഓഫ് ദ ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് 1882. സോ ഏതെങ്കിലും കമ്പനീസ് വെച്ചിട്ട് നമുക്ക് തോന്നിയ പോലെ അല്ല, ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് 1882 വന്നിട്ടുള്ള ക്ലോസ് F, സെക്ഷൻ 20 ക്ലോസ് Fലുള്ള അൺഎൻകംബേർഡ് ആയിട്ടുള്ള ബോണ്ട്സിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ബേസിക്കലി നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്നത് 4 ഓപ്ഷൻസ് ആണ്. ഒന്ന്, ഷെഡ്യൂൾഡ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. 2, 3 അൺകംബേർഡ് ഉണ്ട്. സോ 3 അൺകംബേർഡിൽ ഒന്നാമത്തെ അൺകംബേർഡ് അല്ല, അൺഎൻകംബേർഡ്. സോ അൺഎൻകംബേർഡ് സെക്യൂരിറ്റീസ് ഓഫ് സെൻട്രൽ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ്, അതൊന്ന്. രണ്ടാമത്തത്, അൺഎൻകംബേർഡ് സെക്യൂരിറ്റീസ് മെൻഷൻഡ് ഇൻ ക്ലോസ് A to D ആൻഡ് EE ഓഫ് സെക്ഷൻ 20 ഓഫ് ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് 1882. പിന്നെ മൂന്നാമത്തത്, അൺഎൻകംബേർഡ് ബോണ്ട്. മോളിൽ പറഞ്ഞ സെക്യൂരിറ്റീസ് ആണ്, താഴെ പറയുന്നത് ബോണ്ട്സ് ആണ് ഇഷ്യൂഡ് ബൈ എനി അതർ കമ്പനീസ് വിച്ച് ഇസ് മെൻഷൻഡ് അണ്ടർ ക്ലോസ് F ഓഫ് സെക്ഷൻ 20 ഓഫ് ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് 1882. സോ ഇതാണ് 4 കാറ്റഗറീസ്. ഇതും നിങ്ങളുടെ MCQs വേണമെങ്കിൽ ചോദിച്ചേക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻവെസ്റ്റ്മെന്റ്സ് ആർ നോട്ട് അലൗഡ് ആസ് എ ഡിബഞ്ചർ ഇൻവെസ്റ്റ്മെന്റ് എന്ന് ചോദിച്ചേക്കാം.
അപ്പൊ നിങ്ങൾക്ക് ഏതൊക്കെയാണെന്ന് അറിഞ്ഞാൽ മാത്രമേ ഏതാണ് നോട്ട് അലൗഡ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ അല്ലേ? ഡൺ. ഇനി നമ്മളോട് പറയാണ് ആഫ്റ്റർ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്, നമ്മൾ ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്തതിന് ശേഷം സച്ച് DRR അക്കൗണ്ട് ഈസ് ക്ലോസ്ഡ് ബൈ ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ്. നമ്മൾ എന്ത് ചെയ്യും? DRR അക്കൗണ്ടിലുള്ള ബാലൻസ് എവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും? ജനറൽ റിസർവിൽ വെച്ച് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യും. കാരണം DRR അക്കൗണ്ട് നമ്മൾ എന്തിനു വേണ്ടി മാത്രമാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്? ഡിബഞ്ചർ റിഡീം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ പ്രോഫിറ്റ് അവിടെ നിന്ന് മാറ്റി വെക്കുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ഇപ്പോൾ ചെയ്യുകയും ചെയ്തു. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്തതിന് ശേഷം DRR അക്കൗണ്ടിലെ ബാലൻസ് ജനറൽ റിസർവിലേക്ക് വെച്ച് ട്രാൻസ്ഫർ ചെയ്യും. സോ ലോജിക്കലി അല്ലെങ്കിൽ കൺസെപ്ച്വലി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ 10% പ്രോഫിറ്റ് നമ്മൾ എടുത്ത് DRR അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ബാക്കി 90% എന്താണ് എന്നുള്ളൊരു ഡൗട്ട് വരുന്നില്ലേ? നമ്മൾ റിഡീം ചെയ്യുന്ന ഡിബഞ്ചറിന്റെ വാല്യൂടെ വെറും 10% മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? ഔട്ട് ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റിൽ നിന്നും DRR അക്കൗണ്ടിലേക്ക് മാറ്റുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബാക്കി 90% എന്ന് പറയുന്നത് എന്താ? ഫ്രഷ് ഇഷ്യൂ ആണോ? മേ ബി ഫ്രഷ് ഇഷ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കാം? മേ ബി ഔട്ട് ഓഫ് ക്യാപിറ്റൽ ആയിരിക്കാം. സോ നോട്ട് ഇവിടെ it is to be noted that the company only requires to create DRR account to the extent of 10% of nominal value of debentures. നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ഫേസ് വാല്യൂ ഓഫ് ഡിബഞ്ചേഴ്സിന്റെ 10% മാത്രമേ DRR അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണ്ടൂ. അപ്പൊ നമ്മൾ അത് വെച്ച് നോക്കുന്ന സമയത്ത് 90% ഓഫ് ഇറ്റ്സ് നോമിനൽ വാല്യൂ വിൽ ബി റിഡീംഡ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ. അപ്പൊ ബാക്കി 90% എന്ന് പറയുന്നത് എന്താണ്? ഔട്ട് ഓഫ് ക്യാപിറ്റൽ ആയിട്ടാണ് റിഡീം ചെയ്യുന്നത്. ഓക്കെ ആണോ? ഓക്കെ. ഇനി ഒരു സ്പെഷ്യൽ നോട്ട് താഴെ കൊടുത്തിട്ടുണ്ട്, അതെന്താണെന്ന് വായിക്കാം. ദ കമ്പനി ട്രാൻസ്ഫർ ഫണ്ട്സ് ടു ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് അറ്റ് എനി ടൈം ബിഫോർ റിഡീമിംഗ് ദ ഡിബഞ്ചേഴ്സ്. നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഒരു പോയിന്റ്സ് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കാം. സോ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടിൽ എപ്പോഴാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അറ്റ് എനി ടൈം ബിഫോർ റിഡീമിംഗ് ദ ഡിബഞ്ചേഴ്സ്. 30th ആണ് നമ്മളോട് പറഞ്ഞ ഡേറ്റ്. പക്ഷെ 30th നമുക്ക് അങ്ങനെയല്ല വരുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ കൊണ്ട് നമ്മൾ ഇത് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എപ്പോഴാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? റിഡീം ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? DRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കണം. ഓക്കെ. നെക്സ്റ്റ് പോയിന്റ്, ഇൻവെസ്റ്റ്മെന്റ് ഇൻ സ്പെസിഫൈഡ് സെക്യൂരിറ്റീസ് ഷുഡ് ബി മെയ്ഡ് ബിഫോർ 30th of April ഫോർ ദ ഡിബഞ്ചേഴ്സ് മെച്യൂരിംഗ് ദാറ്റ് ഡേ. സോ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്ന April 30 എന്ന് പറയുന്ന അക്കൗണ്ട് എപ്പോഴുള്ള ഡേറ്റ് അല്ലെങ്കിൽ എന്തിനുള്ള ഡേറ്റ് ആണ്? DRR അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ഡേറ്റ് April 13 ആണോ? അല്ല. DRR അക്കൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് എപ്പോഴാണ്? ഡിബഞ്ചർ റിഡീം ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അറ്റ് എനി ടൈം നമ്മൾ എന്ത് ചെയ്യണം? DRR അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ അല്ലേ? പക്ഷെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നതാണ് എന്ത്? 30th April മുന്നേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പറയുന്നത്. സോ ടെക്സ്റ്റ് ബുക്കിലുള്ള നമ്മൾ പാരഗ്രാഫ് റീഡ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാനോട് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ 30th April ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിരിക്കേണ്ടത്. ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ എത്ര എമൗണ്ട് ആണ് നമ്മൾ റിഡീം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്, ആ ഒരു എമൗണ്ടിന്റെ 15% നമ്മൾ 30th April മുമ്പ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിരിക്കണം. DRR അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതോ അറ്റ് എനി ടൈം ബിഫോർ റിഡീമിംഗ് ദ ഡിബഞ്ചേഴ്സ്. ഓക്കെ, ഡൺ. നെക്സ്റ്റ്, ഹൗവർ ഫോർ സിംപ്ലിസിറ്റി ആൻഡ് കൺവീനിയൻസ്, നമ്മളിപ്പം നിലവിൽ ഇതാണ് ആക്ച്വൽ റൂള്. പക്ഷെ സിംപ്ലിസിറ്റിക്കോ അല്ലെങ്കിൽ നമ്മൾ കൺവിൻസിന് നോക്കിയിട്ട് ഇറ്റ് ഈസ് അഡ്വൈസബിൾ ടു മേക്ക് ദ അപ്രോപ്രിയേഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഡിബഞ്ചേഴ്സ് ആർ അലോട്ടഡ് പ്രൊവൈഡഡ് ദ കമ്പനി ഹാസ് സഫീഷ്യന്റ് പ്രോഫിറ്റ്. സോ കമ്പനിയുടെ അടുത്ത് ഇഷ്ടംപോലെ നല്ല പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ എപ്പോഴാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് എന്നല്ല, എപ്പോഴാണോ ഡിബഞ്ചേഴ്സ് അലോട്ട് ചെയ്യുന്നത് ആ ടൈമിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിരിക്കണം. അപ്രോപ്രിയേഷൻ അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിരിക്കണം. അപ്രോപ്രിയേഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ പ്രോഫിറ്റിൽ നിന്നും DRR അക്കൗണ്ടിലേക്ക് മാറ്റുന്നതാണ് അപ്രോപ്രിയേഷൻ. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ DRR ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതാണ്. സോ ഇത് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം? ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം, അതുപോലെ തന്നെ DRR അക്കൗണ്ടിലേക്ക് മാറ്റണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഇഫ് ദ അലോട്ട്മെന്റ് ഡേറ്റ് ഈസ് നോട്ട് മെൻഷൻഡ് ഇൻ ദി ക്വസ്റ്റ്യൻ, നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്ത് അലോട്ട് ചെയ്ത് ഡേറ്റ് നമുക്ക് തരുന്നില്ലെങ്കിൽ അസ്യൂംസ് ദാറ്റ് appropriation and investment are made on the first day of the financial year for which ledgers account are to be prepared. നമ്മൾ ഏത് ഫിനാൻഷ്യൽ ഇയർ ആണോ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നത് അറ്റ് ബിഗിനിങ് തന്നെ ഫസ്റ്റ് ഡേ ഓഫ് ഫിനാൻഷ്യൽ ഇയർ നമ്മൾ എന്ത് ചെയ്യും? അതായത് 1st April നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ 1st April തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു DRR അക്കൗണ്ടിലേക്ക് മാറ്റുന്നതും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റിൽ ചെയ്യുന്ന എമൗണ്ടും ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കാറ്റഗറൈസ് ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ DRR അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത് എപ്പോഴാണ്? റിഡീം ചെയ്യുന്നതിന്റെ ഏതെങ്കിലും ഒരു ടൈമിന് മുമ്പാണ്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടത് എപ്പോഴാണ്? April 13 മുമ്പാണ്. നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻസ് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ എപ്പോഴാണോ ഡിബഞ്ചേഴ്സ് അലോട്ട് ചെയ്യുന്നത് അന്നേരം നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. DRR ക്രിയേറ്റ് ചെയ്യാം, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം.
ഇനി നമ്മളെടുത്ത് അങ്ങനെ ഡേറ്റ് തന്നിട്ടില്ല, ഇത്ര ഡേറ്റിലാണ് അലോട്ട് ചെയ്തത് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഡേ ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ DRRഉം അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്തതായിട്ട് കാണിക്കും. ഇതാണ് ബേസിക് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് ബിഗിനിങ്ങിൽ ഡിസ്കസ് ചെയ്യാനുള്ള തിയറീസ്. ഇവിടെ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് DRRന്റെ ക്രിയേഷൻ ആണ്, അതുപോലെ തന്നെ ഔട്ട് ഓഫ് സോഴ്സസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർഷൻ. സോ ഈ DRR ക്രിയേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കഴിഞ്ഞ പ്രാവശ്യം അമെന്റ്മെന്റ് ഉള്ളത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുക. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് എക്സാമിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ 10% വെച്ചിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, DR അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേസ് ലെക്ചർ. ആൻഡ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ കമന്റ് ചെയ്യുക. കാരണം കുറെ കുട്ടികൾക്ക് ഈ ഒരു കമന്റിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോസ് നോക്കണോ വേണ്ടോ എന്നൊക്കെ. സോ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ, നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളും മറ്റൊക്കെ ഇത് ഷെയർ ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.